ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇൻഫോ PSC MEM ചാനൽ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 2024 ഒക്ടോബർ 8 നടന്ന ഓഫീസ് അറ്റൻഡഡ് ഗ്രേഡ് 2 ക്വസ്റ്റ്യൻ പേപ്പറിലെ മാത്സ് ആൻഡ് മെൻ്റലബിലിറ്റി ഭാഗത്തെ ചോദ്യങ്ങളാണ്. അപ്പം ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വരുന്നത് 134/2024. ഈ ചോദ്യപേപ്പറിലെ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് പാർട്ട് ഇൻഫോ PSC ചാനലിൽ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മാത്സ് ആൻഡ് മെൻ്റലിറ്റി ഭാഗത്തെ ചോദ്യങ്ങളാണ്. 10 ചോദ്യങ്ങളാണ് ഈ ഒരു ഭാഗത്തു നിന്നും ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, വിട്ടുപോയ സംഖ്യ ഏത്? 2 9 28 -126 217. അപ്പോൾ ഏതൊക്കെയാണ് സംഖ്യ നൽകിയിരിക്കുന്നത്? 2 9 28 -126 217. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സംഖ്യകൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്യണം. അതായത് ഇവ വല്ലതും AP ആണോ എന്ന്. AP ആണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇവരുടെ കോമൺ ഡിഫറൻസ് തമ്മിലുള്ള വ്യത്യാസം ചെക്ക് ചെയ്യണം. അതായത് 9 - 2 എന്ന് പറഞ്ഞാൽ 7 കിട്ടുന്നത്. ഇനി അടുത്ത രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം നോക്കാം. 28 - 9 അപ്പോൾ നമുക്ക് 19 എന്ന് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവ AP അല്ല എന്നും. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഇവർക്ക് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ. അതായത് ഈ സ്ക്വയർ എന്ന് പറയത്തില്ല, വർഗം, അതായത് എന്തെങ്കിലും സ്ക്വയർ നമ്പറുകളാണോ തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ക്യൂബൊക്കെ ആണോ എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ തന്നിരിക്കുന്ന സംഖ്യകൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും 2 ഒരു സ്ക്വയർ അല്ല, 9 ഒരു സ്ക്വയറാണ്. എന്നാൽ 28 126 217 ഒന്നും സ്ക്വയറുകളല്ല. ഇനിയും ക്യൂബാണോ എന്ന് നോക്കണം. ക്യൂബാണോ ഈ തന്നിരിക്കുന്ന സംഖ്യകൾ? 2 9 28 126 217 ക്യൂബുകളും അല്ല. ഇനിയും ഇത് സ്ക്വയറുകളുമായിട്ട് ബന്ധമുണ്ടോ, അതായത് തൊട്ടടുത്ത നമ്പർ സ്ക്വയറുകളാണോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ തൊട്ടടുത്ത നമ്പറുകൾ ക്യൂബുകളാണോ, അങ്ങനെ നമുക്ക് നോക്കാം. അപ്പോൾ 2 എടുത്തു, പക്ഷേ തൊട്ടടുത്ത സംഖ്യ 9 ഒരു സ്ക്വയറാണ്. അപ്പോൾ നമുക്ക് സ്ക്വയറുകൾ തമ്മിലുള്ള ബന്ധമുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ പറ്റുന്നില്ലെന്നല്ല, ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ശരിയാകുന്നില്ല. അപ്പോൾ നമുക്ക് ക്യൂബ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലോട്ട് പോകാം. അതായത് 2 എന്ന് പറയുന്ന സംഖ്യ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, 1⁻³ അതായത് 1³ + 1 അല്ലേ. 1 ക്യൂബ് എന്ന് പറയുമ്പം 1 × 1 × 1 1 × 1 × 1 + 1. അതായത് 1 × 1 × 1 ചെയ്യുമ്പോൾ നമുക്ക് 1 തന്നെ കിട്ടും, +1 ചെയ്യുമ്പോൾ 2 തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഒന്നാമത്തെ നമ്പർ ഓക്കെ ആയി. ഇനി രണ്ടാമത്തെ നമ്പർ 9 എന്ന് പറയുന്ന നമ്പർ 2³ + 1, അതായത് 2³ എന്ന് പറഞ്ഞാൽ 2 × 2 × 2 ചെയ്യുമ്പോൾ നമുക്ക് 8 കിട്ടുക, +1 ചെയ്യുമ്പോൾ നമുക്ക് 9 കിട്ടും. ഇനി ഇങ്ങനെയാണെങ്കിൽ 3³ + 1 ആണോ അടുത്ത സംഖ്യ എന്ന് നോക്കണം. 3³ എന്ന് പറയുമ്പം 3 × 3 × 3 + 1 എന്ന രീതിയാണോ കിട്ടുന്നതെന്ന് നമുക്ക് നോക്കണം. 3 × 3 × 3 എന്ന് പറയുമ്പോൾ നമുക്ക് 27 കിട്ടും. 27 + 1 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് 28 എന്ന സംഖ്യ കിട്ടും. അതാണ് നമ്മുടെ മൂന്നാമത്തെ സംഖ്യ. അപ്പോൾ നമുക്ക് നാലാമത്തെ സംഖ്യ എന്തായിരിക്കും? 4³ + 1 എന്നായിരിക്കും കിട്ടുക. അതായത് 4³ എത്രയാണ്? 4 × 4 × 4 + 1 എന്നാണ് വരിക. അപ്പോൾ 4 × 4 × 4 ചെയ്യുമ്പോൾ 4 × 4 16 16 × 4 എന്ന് പറഞ്ഞാൽ 64, അതായത് 64 64 + 1 എന്ന് പറയുകയാണെങ്കിൽ 65 ലഭിക്കുക. ഇനി നമുക്കൊന്ന് സംശയം തീർക്കാൻ വേണ്ടിയിട്ട് അടുത്ത നമ്പറും കൂടി ഞാൻ ചെയ്ത് കാണിക്കാം. അതായത്
അടുത്തത് 5 ക്യൂബ് പ്ലസ് 1 ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. 5 ക്യൂബ് എന്ന് പറയുമ്പം 5 ഇൻറ്റു 5 ഇൻറ്റു 5 പ്ലസ് 1 എന്നാണ് വരുന്നത്. 5 ഇൻറ്റു 5 25 എന്ന് കിട്ടും. 25നെ 5 വെച്ച് ഗുണിക്കുമ്പോൾ നമുക്ക് 125 എന്ന് കിട്ടും. പ്ലസ് 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 126. അതാണ് നമുക്ക് കിട്ടുന്ന അഞ്ചാമത്തെ സംഖ്യ. അതാണ് 126 തന്നെയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഏതാണ് നാലാമത്തെ സംഖ്യ അല്ലേ വിട്ടുപോയ സംഖ്യ? അതേതാണ്? നമുക്ക് 4 ക്യൂബ് പ്ലസ് 1 ഈക്വൽ ടു 65. അതായത് ഓപ്ഷൻ എ ആണ് ഉത്തരമായി വരുന്നത്. അപ്പോൾ കൂട്ടുകാർക്കെല്ലാം ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. അടുത്ത ചോദ്യം, ഒറ്റയാനെ കണ്ടെത്തുക. തന്നിരിക്കുന്നതെല്ലാം ഭിന്നസംഖ്യയാണ്, ഫ്രാക്ഷൻസ് ആണല്ലോ. ഇതിൽ നിന്നും ഒറ്റയാനെ കണ്ടെത്തുക എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതായത് 1/2 ചോദ്യങ്ങളാണ്. ഒറ്റയാനെ കണ്ടെത്തുക 1/2, 3/4, 1/4, 2, 3 1/4, 4 1/4, 5 3/4. ഈ തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളിൽ നിന്നും നമ്മൾ ഒറ്റയാനെ കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ ഓപ്ഷൻസ് നമ്മൾ നോക്കണം. അതിൽ നിന്നും എല്ലാം ഭിന്നസംഖ്യകൾ തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്നതും ഫ്രാക്ഷൻ തന്നെയാണല്ലോ. അപ്പോൾ നമുക്ക് 2 എന്നുള്ള ഓപ്ഷൻ അല്ലെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഇവ എത്ര കൂട്ടിയാണ് അടുത്തടുത്ത സംഖ്യ വന്നിരിക്കുന്നത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. നമുക്ക് സാധാരണ രീതിയിൽ ശ്രദ്ധിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കും. ഇത് 1/2, അത് നമുക്ക് അര എന്ന് പറയാമല്ലോ. ഇത് 3/4, മുക്കാല് നമുക്ക് പറയത്തില്ലേ. അതേപോലെ 1/4, 1/4, പിന്നെ 2, 3/4, 4/4, 5/4. അപ്പം ഇവിടെ എത്ര കൂട്ടിയാണ് വന്നിരിക്കുന്നത് എന്ന് നോക്കാം. അര എന്ന് പറയുന്ന ഈ ഒരു ഭിന്നസംഖ്യയുടെ മുക്കാലാകണമെങ്കിൽ, അതായത് 3/4 ആകണമെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താണ് ആഡ് ചെയ്തിട്ടുണ്ടത്? ഒരു കാൽ ആഡ് ചെയ്താലേ ഉള്ളൂ അര മുക്കാലാകുന്നത്. അതായത് ഇവിടെ 1/4 ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത നമ്പർ 3/4 1/4 ആയിരിക്കണം. അതായത് ഈ മുക്കാലിൻ്റെ കൂടെ കാല് ചേർക്കുകയാണെങ്കിൽ, അതായത് 3/4ൻ്റെ കൂടെ ഒരു കാല് ചേർക്കുകയാണെങ്കിൽ അത് 1 ആകും. അതിൻ്റെ കൂടെ ഒരു കാല്, അതായത് 1/4 പ്ലസ് 1/4 ഈക്വൽ ടു 2/4, അതായത് 1/2. അതായത് ഇതിൻ്റെ കൂടെ അര ചേർത്തപ്പോഴാണ്, മുക്കാലിൻ്റെ കൂടെ അര ചേർത്തപ്പോഴാണ് നമുക്ക് 1/4 ആണ് കിട്ടിയത്. ഇനി അടുത്തത് 1/4 പിന്നീട് എത്രയായിട്ടാണ് മാറിയിരിക്കുന്നത്? 2 ആയിട്ടാണ് മാറിയിരിക്കുന്നത്. അതപ്പോൾ എത്രയാണ്? നേരത്തെ ആദ്യം കാല് കൂടി പിന്നെ അര 1/2 കൂട്ടി. അപ്പോൾ ഈ ഒരു 1/4, അതായത് 1/4 എന്നുള്ളത് 2 ആയത് എത്ര കൂട്ടിയപ്പോഴാണ്? മുക്കാല് കൂട്ടിയപ്പോഴാണ്. അപ്പോൾ നമുക്ക് ഈ 3 എണ്ണം ചെയ്തപ്പോൾ മനസ്സിലായി, കാല് വീതം കൂട്ടിക്കൊണ്ടു പോകും. അതായത് 1/4 വീതം ആഡ് ചെയ്ത് മുമ്പത്തേനേക്കാളും 1/4 ആഡ് ചെയ്ത്, അതായത് ഫസ്റ്റ് 2 സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 1/4 ആണെങ്കിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും സംഖ്യകൾ, അല്ലെങ്കിൽ 2ൽ നിന്നും മൂന്നാമത്തെ സംഖ്യ കിട്ടിയത് എത്ര ആഡ് ചെയ്തപ്പോഴാണ്? 1/4, 2ൻ്റെ കൂടെ 1/4 ആഡ് ചെയ്തപ്പോൾ ആണ് അടുത്ത സംഖ്യ നമ്മൾ കൂട്ടിയിരിക്കുന്നത്. അതായത് നേരത്തെ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ കൂടെ ഒരു കാല് 1/4 ആഡ് ചെയ്താണ് നമുക്ക് അതിൻ്റെ അടുത്ത സംഖ്യ ലഭിക്കുന്നത്. അപ്പോൾ ഇത് തമ്മിൽ ഉള്ള വ്യത്യാസം മുക്കാലാണ്. അപ്പോൾ 2ന് ശേഷം വരുന്നത് മുക്കാലിൻ്റെ കൂട്ടത്തിൽ, അതായത് 3/4ൻ്റെ കൂടെ ഒരു 1/4 ആഡ് ചെയ്യണം. അപ്പോൾ എത്രയാണ്? 2ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യണം? 4/4 എന്ന് പറഞ്ഞാൽ 1 ആഡ് ചെയ്ത് നമുക്ക് എത്രയാണ് കിട്ടേണ്ടത്? 3 ആണ് കിട്ടേണ്ടത്. പക്ഷേ ഇവിടെ തന്നിരിക്കുന്ന എത്രയാണ് നമുക്ക് സംഖ്യ വന്നിരിക്കുന്നത്? 2ന് ശേഷം 3 1/4 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ്? അവിടെയാണ് നമുക്ക് മാറ്റം വന്നിരിക്കുന്നത്. അതിനുശേഷമുള്ള സംഖ്യ നോക്കൂ. ഈ 3 1/4ന് ശേഷം 1 ആഡ് ചെയ്താണ് 4 1/4 ആയിരിക്കുന്നത് അല്ലേ? ഈ ഒരു ഭാഗത്ത് കാണാം അല്ലേ? 1 കൂട്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എവിടെയാണ് ഒറ്റയാൻ? ആരാണ് നമ്മുടെ? ഓപ്ഷൻ ബി 3 1/4 ആണ് നമ്മുടെ ഒറ്റയാൻ വന്നിരിക്കുന്നത്.
അപ്പോൾ ഇവിടെ വേറൊന്നുമില്ല, ഇവ തമ്മിലുള്ള ആ തന്നിരിക്കുന്ന സംഖ്യകൾ ഭിന്നസംഖ്യ അവർ തമ്മിലുള്ള വ്യത്യാസം എത്രയായിരുന്നു? അത് ആദ്യം 4 വീതം കൂട്ടിക്കൂട്ടി പോവുമായിരുന്നു. ആദ്യത്തേത് 4 കൂട്ടി, അടുത്തതിൽ അര കൂട്ടി, അങ്ങനെയായിരുന്നു കൂടിക്കൂടി പോയത്. അപ്പോൾ അതാണ് ഈ ചോദ്യത്തിൽ ഒറ്റയാനെ കണ്ടെത്താനായിട്ട് വ്യത്യാസം വന്നപ്പോഴാണ് ഈ 3 1/4 അവിടെ ഒറ്റയാനായിട്ട് മാറിയത്. എല്ലാവർക്കും ഈ ചോദ്യം മനസ്സിലായെന്ന് വരുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. 73ാമത്തെ ചോദ്യം. തുടർച്ചയായ 2 ഇരട്ട സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം 68 സംഖ്യകൾ ഏത്? അപ്പോൾ തുടർച്ചയായ 2 ഇരട്ട സംഖ്യ, നമുക്ക് ഏതൊക്കെ സംഖ്യയാണെന്ന് അറിയത്തില്ല, നമ്മളത് കണ്ടുപിടിക്കണം. അപ്പോൾ ഒന്നാമത്തെ സംഖ്യയെ ഞാൻ എക്സ് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ തുടർച്ചയായ 2 ഇരട്ട സംഖ്യ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അടുത്ത സംഖ്യ എന്ന് പറയുന്നത് x+2 ആയിരിക്കും. അതായത് അടുത്ത ഇരട്ട സംഖ്യയല്ലേ നമ്മൾ കണ്ടെത്തേണ്ടത്, അത് x+2 ആയിരിക്കും നമുക്ക് വരിക. അപ്പോൾ ഒന്നാമത്തെ സംഖ്യയെ ഞാൻ എക്സ് ആയിട്ടും രണ്ടാമത്തെ സംഖ്യയെ ഞാൻ x+2 ആയിട്ടും എടുത്തിരിക്കുന്നു. ഈ സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം എന്താണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 2 സംഖ്യകളിലും വലിയ സംഖ്യ എന്ന് പറയുന്നത് x+2 ആണ്. അപ്പം x+2ൻ്റെ വർഗം എന്ന് പറഞ്ഞാൽ എനിക്ക് x+2 the whole raised to 2 എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. രണ്ടാമത്തെ സംഖ്യ എക്സ്, അതിൻ്റെ വർഗം എന്ന് പറയുമ്പം x⁻² അല്ലെങ്കിൽ x² എന്ന് പറഞ്ഞു. ഇവ തമ്മിലുള്ള വ്യത്യാസം, അതായത് ഇവ മൈനസ് x+2 the whole square minus x² = എത്രയാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? 68 എന്ന് തന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ തന്നിരിക്കുന്ന x+2 the whole square, ഇതൊരു ആൾജിബ്രാക് ഫോമിലെ ഒരു ഇക്വേഷനാണെന്ന് പറയാം. നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഈ ഒരു രീതിയിൽ a+b the whole square എന്ന രീതിയിൽ തന്നെയാണല്ലോ. ഇതിനെ ഞാൻ എക്സ്പാൻഡ് ചെയ്യുന്നു, വലുതാക്കുമ്പോൾ എങ്ങനെയാണ്? a² + 2ab + b² എന്നാണ് വരുന്നത്. അപ്പോൾ അതായത് എയുടെ സ്ഥാനത്ത് ഞാൻ എക്സ് എന്നും ബിയുടെ സ്ഥാനത്ത് ഞാൻ 2ഉം കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ x+2 the whole square-നെ ഇതേ രീതി ഈ മേളിൽ തന്നിരിക്കുന്ന ഈ ഒരു ഫോമിലാക്കുമ്പോൾ എങ്ങനെയാകും? a² എന്നുള്ളത് x² + 2ab എന്ന് പറയുമ്പം 2 × എയുടെ സ്ഥാനത്ത് എക്സ് ആണല്ലോ, എക്സ് × ബിയുടെ സ്ഥാനത്ത് 2 അല്ലേ, അപ്പോൾ വീണ്ടും 2 വരും, പ്ലസ് b² എന്ന് പറയുമ്പോൾ 2² എന്ന് വരും, = x² + 2 × x, 2x എന്ന് കിട്ടും. 2x × 2 എന്ന് ചെയ്യുമ്പോൾ 4x + 2² എന്ന് പറയുമ്പോൾ 4 എന്ന് കിട്ടും. അതായത് ഞാൻ ഈ ഒരു ഇക്വേഷൻ മാത്രമാണ് എക്സ്പാൻഡ് ചെയ്ത് ഈ ഒരു രീതിയിലാക്കിയത്. നമ്മുടെ ചെയ്യാനുള്ള ബാക്കി കാര്യങ്ങൾ മേളിലുണ്ട്, അത് താഴോട്ട്, അതായത് ഈ സ്ഥാനത്ത് കൊണ്ട് ഞാൻ ഈ ഒരു ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് x² + 4x + 4 - x² = 68. അപ്പോൾ ഇത് ശ്രദ്ധിക്കാം, ഇവിടെ x², അതായത് ഈ x²ൻ്റെ ഫ്രണ്ടിൽ ഒരു പ്ലസ് ഉണ്ട് കേട്ടോ, നമ്മൾ ഇടാത്താണ്, +x² എന്ന് പറയാം. ഇത് -x². അപ്പോൾ അല്ലെങ്കിൽ x² - x² എന്ന് പറഞ്ഞാൽ 0 ആണല്ലോ. സെയിം നമ്പറിൽ നിന്നും സെയിം നമ്പർ കുറച്ച ഒരേ നമ്പറുകൾ തമ്മിൽ ഉള്ള വ്യത്യാസം തന്നെ 0 ആണ്. അപ്പോൾ ഈ x²നെ എനിക്ക് വെട്ടിക്കളയാം. ഇനി ആരാണ് മിച്ചമുള്ളത്? 4x + 4 = 68 എന്ന് പറഞ്ഞ് കൊടുക്കാം. അടുത്ത സ്റ്റെപ്പിൽ എനിക്ക് ഈ 4നെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകാം. അപ്പോൾ 4x = 68, ഇവിടെ +4 ആയിരുന്നല്ലോ, അതിപ്പുറത്ത് വരുമ്പോൾ -4 ആയിട്ട് മാറും. 4x = 68-ൽ നിന്നും 4 കുറയ്ക്കുകയാണെങ്കിൽ 64 ആയിരിക്കും. അപ്പോൾ x = 64/4. ഇവിടെ 4 × x ആയിരുന്നു, ഇപ്പുറത്ത് പോകുമ്പോൾ 64നെ ഹരിക്കുവാണ് ഈ 4 ചെയ്യുന്നത്.
64നെ 4 വെച്ച് ഹരിക്കുമ്പോൾ എനിക്ക് 16 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഒരു നമ്പർ കിട്ടി അല്ലേ, എക്സ് എന്ന് പറയുന്ന നമ്പർ കിട്ടി 16. അപ്പം അടുത്തത് എക്സ് പ്ലസ് 2 രണ്ടാമത്തെ നമ്പർ വേണം. 2 ഇരട്ട സംഖ്യയല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 16 പ്ലസ് 2 എത്രയാണ്, 18 കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ 16, 18 ഇവയാണ് ഉത്തരം എന്ന് മനസ്സിലായിരിക്കുന്നു. ഇനിയും ഇതിന് മറ്റൊരു മാർഗം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഒരു ചോദ്യത്തിന് നമുക്ക് 4 ഓപ്ഷനുകളാണ് തന്നിരിക്കുന്നത്. ഓപ്ഷൻ നോക്കി ഇത്രയും ചെയ്യാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ട് വരാണ്. നമുക്ക് ഓപ്ഷനുകൾ നോക്കി നമ്മൾക്ക് മനസ്സിലാക്കിയെടുക്കാം. അതിന് ചെയ്യേണ്ടത് ഒരു 20 വരെ, 20 അല്ല ഒരു 25 വരെയുള്ള സ്ക്വയറുകൾ അല്ലെങ്കിൽ 30 വരെയുള്ള സ്ക്വയറുകൾ ഒരു PSC ഉദ്യോഗാർത്ഥി നമ്മൾ മനസ്സിലാക്കി അല്ലെങ്കിൽ കാണാപ്പാഠം പഠിച്ച് നമ്മളുടെ മനസ്സിൽ എപ്പോഴും കാണേണ്ടതാണ്. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് ഇവരുടെ വ്യത്യാസം കണ്ടെത്താവുന്നതാണ്. അത് കാണിച്ചു തരാം. ഒന്നാമത്തെ ഓപ്ഷൻ എ എത്രയാണ് തന്നിരിക്കുന്നത്, നമ്മുടെ ഉത്തരം അതായിരുന്നു. 16ഉം 18ഉമാണ് തന്നിരിക്കുന്നത്. ഇതിൽ 18ൻ്റെ സ്ക്വയർ എത്രയാണ്, 18ൻ്റെ സ്ക്വയർ ആണ്. 18 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 324. 16 സ്ക്വയറോ 256. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം കാണുക. അതാണല്ലോ നമ്മുടെ ചോദ്യം. 256. 324 മൈനസ് 256 ഈക്വൽ ടു നമുക്ക് എത്രയാണ്, 68. അങ്ങനെ ഓപ്ഷൻ എ. ഇനി ബാക്കി ഓപ്ഷനും കൂടി നമുക്ക് ചെക്ക് ചെയ്യാം. ഓപ്ഷൻ ബി എന്താണ്, 14ഉം 16ഉമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 16 സ്ക്വയർ എന്ന് പറയുന്നത് 256. 14 സ്ക്വയർ എന്ന് പറയുന്നത് 196 വരുന്നത്. 256 നിന്നും 196 കുറയ്ക്കുമ്പോൾ നമുക്ക് 60 കിട്ടുന്നത്. വ്യത്യാസം 68 അല്ല. ഇനി ഓപ്ഷൻ സി ചെക്ക് ചെയ്തേക്കാം. 18ഉം 20. 18 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 324. അതേപോലെ 20 സ്ക്വയർ എന്ന് പറയുമ്പോൾ 400. അപ്പോൾ 400ൽ നിന്നും 324 കുറയ്ക്കുമ്പോൾ എത്രയാണ് കിട്ടുന്നത്, 76. അപ്പോൾ ഓപ്ഷൻ സി അല്ല. അതേപോലെ തന്നെ ഓപ്ഷൻ ഡിയും ചെക്ക് ചെയ്യാം. എത്രയാണ്, 12ഉം 14ഉമാണ്. നമുക്കറിയാം 12ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 144. അതേപോലെ തന്നെ 14ൻ്റെ സ്ക്വയറോ വരുന്നത് 196. ഇവ തമ്മിൽ കുറയ്ക്കുമ്പോൾ, അതായത് 196 മൈനസ് 144 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 52. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിലെ നമ്പറുകളുടെ സ്ക്വയറുകൾ അറിയാമെങ്കിൽ നമുക്ക് ഈ ചോദ്യം വളരെ എളുപ്പത്തിലും കൂടി കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. 74ാമത്തെ ചോദ്യം. 24 പേരുള്ള ടീമിലെ ശരാശരി തൂക്കം 50 കിലോഗ്രാം. അപ്പോൾ 24 പേരുള്ള ഒരു ടീം, 24 പേരുള്ള ഒരു ടീമിൽ ശരാശരി തൂക്കം 50 കിലോഗ്രാം എന്നാണ് തന്നിരിക്കുന്നത്. 40 കിലോഗ്രാം തൂക്കമുള്ള ഒരംഗം പോയി. പകരം മറ്റൊരാൾ വന്നപ്പോൾ ശരാശരി തൂക്കം 1/2 കിലോഗ്രാം കൂടി. പുതുതായി വന്നയാളുടെ തൂക്കം എത്ര? അപ്പോൾ 24 പേരുള്ള ഒരു ടീമിൻ്റെ ശരാശരി തൂക്കം 50 കിലോഗ്രാം ആണ് എങ്കിൽ അവരുടെ മൊത്തം തൂക്കം എത്രയായിരിക്കും? അതിന് ചെയ്യാൻ വേണ്ടിയിട്ട് 24 ഇൻറ്റു 50 ചെയ്താൽ നമുക്ക് ആ ടീമിലുള്ള 24 പേരുടെയും കൂടി തൂക്കത്തിൻ്റെ മൊത്തം തുക, അതായത് ടോട്ടൽ കണ്ടെത്താം. അപ്പോൾ 24 ഇൻറ്റു 50 ചെയ്യുമ്പോൾ നമുക്ക് 1200 എന്ന് കിട്ടും. അതായത് 24 പേരുടെയും കൂടെ ആകെ വെയിറ്റ് 1200. ഇനി അടുത്ത എന്താ നമ്മളോട് പറഞ്ഞത്? ഒരാൾ പോയി, മറ്റൊരാൾ വന്നു. 40 കിലോഗ്രാം ഭാരമുള്ള ഒരാൾ പോയെന്നും മറ്റൊരാൾ വന്നപ്പോൾ ശരാശരി കൂടി. പുതിയൊരാൾ വന്നപ്പോൾ 40 കിലോഗ്രാം ഉള്ള ഒരാൾ പോയപ്പോൾ 23 കുറഞ്ഞായിരുന്നു. എന്നാൽ പുതിയൊരാൾ വന്നപ്പോൾ അതത്ര 24 തന്നെ ആയിരിക്കുകയാണ്. അപ്പോൾ 24 തന്നെ മൊത്തം ആൾക്കാരുണ്ട്. പുതിയ ശരാശരി എത്രയാ? 1/2 കിലോ കൂടി. 1/2 കിലോ കൂടി എന്ന് പറയുമ്പോൾ എനിക്ക് 50ൻ്റെ കൂടെ 1/2 കിലോ കൂടുമല്ലേ ചെയ്തത്. അപ്പോൾ അതിനെ അടുത്ത സ്റ്റെപ്പിൽ എനിക്ക് 24 ഇൻറ്റു 50.5 അങ്ങനെ എഴുതാം. അപ്പോൾ
ഇവ തമ്മിൽ ഗുണിക്കുമ്പോൾ ഈ ഇപ്പോൾ ഉള്ള 24 പേരുടെ മൊത്തം തൂക്കം അറിയാൻ പറ്റും. അത് എത്രയാണ്? 1212 ആണ്. അപ്പോൾ ഈ ആദ്യമുണ്ടായിരുന്ന പോകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ആദ്യത്തെ ശരാശരി 50, അതിൻ്റെ മൊത്തം തൂക്കം എത്രയാണ്? 1200 ആയിരുന്നു. രണ്ടാമത് പുതിയൊരാൾ വന്നപ്പോൾ, ഒരാൾ പോയിട്ട് മറ്റൊരാൾ വന്നപ്പോൾ ശരാശരി കൂടിയ ശേഷമുള്ളത് മൊത്തം വെയിറ്റ് എന്ന് പറയുന്നത് 1212. ഇവ തമ്മിൽ കുറയ്ക്കുമ്പോൾ 1212 മൈനസ് 1200 ചെയ്യുമ്പോൾ നമുക്ക് 12 കിട്ടും. അതായത് പോയ ആൾ 40 കിലോഗ്രാം തൂക്കം ഉള്ള ഒരംഗം പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുതിയൊരാൾ വന്നപ്പോഴാണ് 1/2 കിലോഗ്രാം കൂടിയത്. അപ്പോൾ 12 ഇവർ തമ്മിലുള്ള വ്യത്യാസം. അതായത് എന്താ? 40 കിലോഗ്രാം പ്ലസ് ഈ ഒരു വെയിറ്റ് എന്ന് വേണം പറയാം. അതായത് വന്ന ആളുടെ വെയിറ്റ് എന്ന് പറയുന്നത് 40 പ്ലസ് 12, പോയ ആളുടെ വെയിറ്റ് പ്ലസ് നമുക്കിപ്പോൾ കിട്ടിയ ഈ ഒരു വ്യത്യാസം എത്രയാണ്? 52 എന്നാണ് നമുക്ക് ഉത്തരം വരിക. അതായത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഇവിടെ ഉത്തരം വരുന്നത്. ഇനി നമുക്ക് മറ്റൊരു മാർഗം കൂടിയുണ്ട് ഈ ഒരു ചോദ്യത്തിന്. അതായത് മൊത്തം എത്ര പേരാണ് ആദ്യം ഉണ്ടായിരുന്നത്? 24 പേരാണുള്ളത്. അവരുടെ ശരാശരി എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? ശരാശരി തൂക്കം 50 കിലോഗ്രാം എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി പിന്നീട് കേസ് രണ്ടാമതായപ്പം 40 കിലോഗ്രാം ഉള്ള ആൾ പോയിട്ട് പുതിയൊരാൾ വന്നപ്പോഴും 24 പേര് തന്നെയാണല്ലോ. 24 പേര് തന്നെ ഉണ്ട്. ശരാശരി കൂടി എത്രയായി? 50 അല്ലെങ്കിൽ 50 പ്ലസ് അര കിലോഗ്രാം കൂടിയല്ലോ. അതായത് എത്രയാണ് ശരാശരി കൂടിയത്? 1/2 കിലോയാണ് കൂടിയിരിക്കുന്നത്. ഈ കൂടിയ ശരാശരി ഇൻറ്റു എത്ര പേരുണ്ട് അവരെ ഒന്ന് ഇൻറ്റു ചെയ്തേ. അതായത് 1/2 ഇൻറ്റു 24, അതായത് 24ൻ്റെ പകുതി. 24ൻ്റെ പകുതി എത്രയാണ്? 12. നേരത്തെ കിട്ടിയ അതേ ഉത്തരം വന്നല്ലോ, 12 ആണ്. അതായത് പോയ ആളുടെ ഭാരം എത്രയായിരുന്നു? 40. 40ൻ്റെ ഒപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയ 12 ആഡ് ചെയ്യുക. കൂട്ടുമ്പോൾ എത്ര കിട്ടും? 52. ഓപ്ഷൻ ഡി ഉത്തരം നമുക്ക് ലഭ്യമായിരിക്കുകയാണ്. അപ്പോൾ ഈ ചോദ്യം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നമ്മളുടെ aim4PSCയുടെ ടെലിഗ്രാം ചാനലിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും അതേപോലെ OMRൻ്റെ PDF ലഭ്യമാണ്. നിങ്ങൾക്ക് അത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ്. ചെയ്ത് നോക്കി കഴിയുമ്പോൾ നമുക്ക് സംശയങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മളുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കറണ്ട് അഫയേഴ്സും GK ആൻഡ് കറണ്ട് അഫയേഴ്സ് പാർട്ട് നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്ത് aim4PSC ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മലയാളവും ഇംഗ്ലീഷും ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്ത് aim4PSC MEM ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. കൂട്ടുകാരെല്ലാം ആ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്ത് OMRും ഡൗൺലോഡ് ചെയ്ത് നോക്കേണ്ടതാണ്. അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലഭ്യമാണ്. അതിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതുമാണ്. നമുക്കിനി അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. എഴുപത്തിയഞ്ചാമത്തെ ചോദ്യം. ഒരു ജോലി 6 ദിവസം കൊണ്ട് P എന്നയാൾ ചെയ്തു തീർക്കുന്നു. അതേ ജോലി Q എന്നയാൾ 18 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നുവെങ്കിൽ രണ്ടുപേരും ചേർന്ന് ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും? അപ്പോൾ നമ്മളോട് തന്നിരിക്കുന്നത് P എന്ന് പറയുന്നൊരു വ്യക്തി, അയാൾക്ക് ഒരു ജോലി ചെയ്ത് തീർക്കാനായിട്ട് 6 ദിവസം മതി. എന്നാൽ അതേ ജോലി Q എന്ന് പറയുന്ന വ്യക്തിക്ക് ചെയ്തു തീർക്കാൻ 18 ദിവസം വേണം. എങ്കിൽ ഇവർ രണ്ടുപേരും കൂടി, അതായത് P + Q, ഇവർ രണ്ടുപേരും കൂടി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഇത് ആദ്യം ഞാൻ ഒരു മെത്തേഡ് പറഞ്ഞു തരാം. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഇവ തമ്മിൽ, അതായത് എത്ര ദിവസമാണ് ഇവർക്ക് ജോലി തീർക്കാൻ വേണ്ടത് എന്നുള്ളത് തമ്മിൽ ഗുണിക്കുക. 18 ×
6 ഇവരെടുക്കുന്ന ദിവസങ്ങൾ തമ്മിൽ കൂട്ടുക. അതായത് 18 + 6 എന്നിട്ട് കിട്ടുന്ന ഉത്തരങ്ങൾ തമ്മിൽ ഹരിക്കുക. അതായത് 18 × 6 ഞാൻ അങ്ങനെ തന്നെ എഴുതുകയാണ്. 18 + 6 അവ തമ്മിൽ കൂട്ടുമ്പോൾ എനിക്ക് 24 കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് വെട്ടിച്ചുരുക്കാമല്ലോ. കാരണം ഇവരെല്ലാം ഒരേ ടേബിളിലൊക്കെ വരുന്നത് തന്നെയാണ്, പട്ടികയിൽ വരുന്നതാണ്. അതായത് 6ൻ്റെ പട്ടികയിൽ 4 തവണയാണ് 24 വരുന്നത്. അപ്പോൾ 6നെ കൊണ്ട് എനിക്ക് 24നെ വെട്ടി ഇവിടെ 4 എന്ന് എഴുതാൻ പറ്റും. ഇനി മേളിൽ 18ഉം താഴെ 4ഉമാണ് വന്നിരിക്കുന്നത്. എനിക്കിതിനെ ചെറുതാക്കാം. രണ്ടും എന്താണ്, ഇരട്ട സംഖ്യയാണ്. 2 വെച്ച് ഈ 2 സംഖ്യകളെയും എനിക്ക് ഹരിക്കുകയാണെങ്കിൽ, അതായത് 18നെ 2 വെച്ച് ഹരിക്കുകയാണെങ്കിൽ 9ഉം 4നെ 2 വെച്ച് ഹരിക്കുകയാണെങ്കിൽ എനിക്ക് 2ഉം കിട്ടും. 9നെ 2 വെച്ച് ഹരിച്ചാൽ എനിക്ക് 4.5 കിട്ടും. 4.5 ദിവസമാണ് ഇവർ രണ്ടുപേരും കൂടി നിന്നാൽ ആ ജോലി തീർക്കാൻ എടുക്കുന്ന സമയം. അതായത് 4.5 ദിവസം കൊണ്ട് പിയും ക്യൂവും കൂടി ഒരുമിച്ച് നിന്നാൽ ആ ജോലി തീർക്കാൻ. അതായത് ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇനി മറ്റൊരു മാർഗത്തിലൂടെ ഈ ചോദ്യത്തിലെ ഉത്തരത്തിലോട്ട് കിടക്കാവുന്നതാണ്. അത് കാണിച്ചു തരാം. ഇവിടെ പി എന്ന് പറയുന്ന ആൾക്ക് എത്ര ദിവസമാണ് എടുത്തത്? 6 ദിവസമാണ് ആ ജോലി തീർക്കാൻ വേണ്ടത്. ക്യൂ എന്ന് പറയുന്ന വ്യക്തിക്ക് 18 ദിവസം വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പി എന്ന് പറയുന്ന ആൾ 6 ദിവസം കൊണ്ടാണ് ജോലി എടുക്കുന്ന സമയം, ജോലി തീർക്കാൻ എടുക്കുന്ന സമയം. ക്യൂ എന്ന് പറയുന്ന ആൾക്ക് 18 ദിവസമാണ്. ഈ 18ൻ്റെയും അതേപോലെ 6ൻ്റെയും LCM എത്രയാണ്? 18ൻ്റെ 6ൻ്റെ LCM 18 തന്നെയാണ്, അല്ലേ? അപ്പോൾ 6ൻ്റെ 3 തവണയാണ് 18 വരുന്നത്. അതുകൊണ്ട് നമുക്ക് LCM 18 ആണെന്ന് ഉറപ്പിക്കാം. അടുത്ത 6 ഉപയോഗിച്ച് 18നെ ഞാൻ ഹരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് എഫിഷ്യൻസി കണ്ടെത്താനായിട്ട്, എത്ര വേഗതയുണ്ട് ഇവരുടെ ജോലിക്കെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എഫിഷ്യൻസി കണ്ടെത്താനായിട്ട് കിട്ടിയ നമ്മുടെ LCM കൊണ്ട് എത്ര ദിവസമാണോ ഇവർ വർക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നത് അത് ഹരിക്കുക. 18നെ 6 വെച്ച് ഹരിക്കുകയാണെങ്കിൽ എനിക്ക് 3 ലഭിക്കും. അതായത് പിയുടെ എഫിഷ്യൻസി 3 എന്ന് പറയാം. ഇനി ക്യൂവിന് 18നെ 18 വെച്ച് ഹരിക്കുകയാണെങ്കിൽ എനിക്ക് 1 കിട്ടും എഫിഷ്യൻസി. അപ്പോൾ ഇവർ രണ്ടുപേരും, അതായത് പിയും ക്യൂവും കൂടെ ഉള്ള എഫിഷ്യൻസി എത്രയായിരിക്കും? 4 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 18നെ, അതായത് LCM ആയി കിട്ടിയ 18നെ ഞാൻ ഈ എഫിഷ്യൻസി കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ, 4 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ എനിക്ക് എത്ര ദിവസം ഇവർ രണ്ടുപേരും കൂടി എത്ര ദിവസം എടുക്കുമെന്ന്, ജോലി ചെയ്ത് തീർക്കാൻ എടുക്കുമെന്ന് കിട്ടും. 18നെ 4 കൊണ്ട് ഹരിച്ചാൽ അതായത് 4.5 ലഭിക്കുക. നേരത്തെ കിട്ടിയ അതേ ഉത്തരം തന്നെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. എഫിഷ്യൻസി കണ്ടുപിടിച്ച്, അതായത് ആദ്യം LCM കണ്ടുപിടിക്കുന്നു, അതിൽ നിന്നും എഫിഷ്യൻസി കിട്ടുന്നു. അതുപയോഗിച്ച് നമുക്ക് ഇവരെത്ര ദിവസം എടുക്കും ജോലി തീർക്കാൻ എന്നുള്ളത് കണ്ടുപിടിക്കാവുന്നതാണ്. എല്ലാവർക്കും ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് കടക്കാം. ാമത്തെ ചോദ്യം. ഒരാൾ ഒരിടത്തേക്ക് സൈക്കിളിൽ പോവാനും തിരിച്ച് നടന്നു പോവാനും 10 മണിക്കൂർ എടുത്തു. 2 യാത്രയും സൈക്കിളിലായിരുന്നുവെങ്കിൽ 4 മണിക്കൂർ ലാഭിക്കാമായിരുന്നു. എങ്കിൽ 2 യാത്രയും നടന്നു പോവാൻ എത്ര സമയം എടുക്കും? അതായത് ഒരാൾ സൈക്കിളിൽ പോകാനും, അയാൾ എങ്ങോട്ടൊരു സൈക്കിളിൽ പോവുകയായിരുന്നു. അപ്പോൾ അതിനെ ഞാൻ എടുത്ത സമയവും സൈക്കിളിൽ പോവാനും തിരിച്ച് നടന്നു പോവാനും 10 മണിക്കൂർ എടുത്തു. അതായത് അയാൾ സൈക്കിളിൽ പോയ സമയത്തിന് ഞാൻ അതിനെ ചുമ്മാ സൈക്കിൾ ടൈം എന്ന് പറയുകയാണ്. അതിനെ ഞാൻ TC എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഷോർട്ട് ഫോം ഞാൻ കൊടുക്കുകയാണ്. ഇനി നടന്നു പോവാനും അതിനെ ഞാൻ വാക്കിംഗ് ടൈം, വാക്കിംഗ് ടൈമിനെ ഞാൻ TW എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരാൾ സൈക്കിളിൽ പോവാനും തിരിച്ച് നടന്നു പോവാനും 10 മണിക്കൂർ എടുത്തു. അപ്പോൾ അയാൾ സൈക്കിളിൽ അങ്ങോട്ട് പോയി, അപ്പോൾ TC പ്ലസ് തിരിച്ച് അയാൾ നടന്നു വന്നു, TW. മൊത്തം എത്ര മണിക്കൂർ എടുത്തു? 10 മണിക്കൂർ.
അടുത്തത് 2 യാത്രയും സൈക്കിളിലായിരുന്നുവെങ്കിൽ 4 മണിക്കൂർ ലാഭിക്കാമായിരുന്നു. അതായത് അങ്ങോട്ട് അയാൾ സൈക്കിളിൽ പോയി, തിരിച്ചും അയാൾ സൈക്കിളിൽ വന്നു എങ്കിൽ അയാൾക്ക് 4 മണിക്കൂർ ലാഭിക്കാമായിരുന്നു എന്നാണ് പറഞ്ഞത്. 4 മണിക്കൂർ ലാഭം ആയിരുന്നേനെ. അതായത് എത്രയാ? നേരത്തെ 10 അല്ലേ? 10-ൽ നിന്നും 4 കുറച്ചാൽ എത്ര കിട്ടും? 6. അതായത് 6 മണിക്കൂറാണ് കിട്ടുന്നത്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും സൈക്കിളിൽ സഞ്ചരിച്ചപ്പോൾ അയാൾക്ക് 6 മണിക്കൂറാണ് ചിലവായത്. അതായത് 2TC = 6 എന്ന് പറഞ്ഞെനിക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരു തവണ TC = 6/2 എന്ന് പറഞ്ഞെനിക്ക് എഴുതാൻ പറ്റും. അപ്പോൾ 6നെ 2 വെച്ച് ഹരിക്കുകയെങ്കിൽ 3 ഒരു തവണ സൈക്കിളിൽ പോകാൻ എത്ര സമയം എടുക്കും? 3 മണിക്കൂറാണ് എടുക്കുന്നത്. അപ്പോൾ എനിക്കിതുകൊണ്ട് ഈ ഇക്വേഷനില്ലേ, ഇതിനെ ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നു. TC + TW = 10 എന്ന് പറയുന്ന ഇക്വേഷനെ ഞാൻ ഒന്നാമതായിട്ട് എടുക്കുന്നു. അവിടെ TCയുടെ സ്ഥാനത്ത് ഞാൻ 3നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ 3 + TW എന്ന് പറയുന്നത് 10. TW = 10 - 3 = 7. അതായത് ഒരു തവണ നടന്നു പോകാനായിട്ട്, ആ ഒരു ദിശയിലേക്ക് നടന്നു പോകാനായിട്ട് 7 മണിക്കൂർ എടുത്ത്. അപ്പോൾ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? 2 യാത്രയും നടന്നു പോവാൻ എത്ര സമയം എടുക്കുമെന്നാണ്. അപ്പോൾ 2 തവണ TW, അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, TW + TW എന്ന് പറഞ്ഞു കൊടുക്കാമല്ലോ. അങ്ങോട്ട് പോകാനും തിരിച്ച് ഇങ്ങോട്ട് വരാനും എത്ര. അപ്പം ഒരു തവണ TW 7 പറയും. 7 + 7 = 14 മണിക്കൂറാണ് മൊത്തം എടുത്തത് അയാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ വേണ്ടി, നടന്നു പോകാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് ഓപ്ഷൻ ബി 14 മണിക്കൂറാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. എല്ലാവർക്കും ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. എത്ര കാലം കൊണ്ട് 2400 രൂപ 5% കൂട്ടുപലിശ നിരക്കിൽ 2646 രൂപയാകും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഈ തന്നിരിക്കുന്ന ചോദ്യം ഒരു കൂട്ടുപലിശ നിരക്കിലെ കണക്കാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിലോട്ട് ആദ്യം ഓടിയെത്തേണ്ട ഒരു ഇക്വേഷനാണ് A = P × 1 + R/100 n എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ ഇക്വേഷനിൽ ആരെയൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത് നോക്കാം. എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. എത്ര രൂപയാണ് പലിശ ഇട്ട് കഴിഞ്ഞ് ലാസ്റ്റ് കിട്ടുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത് 2646 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. P പ്രിൻസിപ്പൽ എമൗണ്ട്, അതായത് മുതൽ എത്ര രൂപയാണ് നമ്മൾ നിക്ഷേപിച്ചത്? 2400 രൂപ. R പലിശ നിരക്ക്, അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 5% നമുക്ക് തന്നിരിക്കുന്നത്. ഇനി അടുത്തത് N. എത്ര വർഷമാണ് തന്നിട്ടുണ്ടോ? ഇല്ല. അതാണ് നമ്മൾ കണ്ടെത്തുന്നത്. എത്ര കാലം കൊണ്ട് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവയെല്ലാം അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതാണ്. അതായത് ആ ഇക്വേഷനിൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എത്രയായിരുന്നു? 2646 = എത്രയായിരുന്നു എൻ്റെ എമൗണ്ട് വന്നിരുന്നത്? പ്രിൻസിപ്പൽ എമൗണ്ട് മുതൽ വന്നിരുന്നത് 2400 × 1 + 5/100 n. അങ്ങനെ തന്നെ എഴുതുകയാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഈ 2400-നെ ഇങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താകും? 2646/2400 = 1 + 5/100 n. അങ്ങനെ കിട്ടും. അപ്പോൾ ഈ രണ്ട് സംഖ്യ, ഇവ രണ്ടും ഇരട്ട സംഖ്യകളാണല്ലോ. നമുക്കിവയെ രണ്ടുപേരെയും 2 വെച്ച് ഹരിക്കാം.
2646 ഞാൻ 2 കൊണ്ട് ഹരിക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്നത് എത്രയാണ്? 1323 എന്ന് കിട്ടും. അതേപോലെ തന്നെ ഈ 2400 ഞാൻ 2 വെച്ച് ഹരിക്കുകയാണെങ്കിൽ 1200 എന്ന് കിട്ടും. അതായത് ഒരേ സംഖ്യ വെച്ച് വേണമല്ലോ നമ്മൾ അംശത്തിനെയും അതേപോലെ ഛേദത്തിനെയും ഡിവൈഡ് ചെയ്യാൻ, ഹരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മുകളിൽ 2 വെച്ച് ഹരിച്ചിട്ടുണ്ടെങ്കിൽ താഴെയും 2 വെച്ച് തന്നെ ഹരിക്കണം. അടുത്ത സ്റ്റെപ്പിൽ ഇവിടെയും ശ്രദ്ധിക്കുക, 5 താഴെ 100. 5നെ 20 വെച്ച് ഗുണിക്കുകയാണെങ്കിൽ 100 ലഭിക്കും. അപ്പോൾ ഞാൻ ഇവയെ ചുരുക്കി അടുത്ത സ്റ്റെപ്പിൽ എനിക്ക് 1 + 1/20 എന്ന് എഴുതാവുന്നതാണ് അല്ലേ? ഇങ്ങനെ എഴുതാം. അടുത്ത സ്റ്റെപ്പിൽ 1323/1200 1 ഇവിടെ 1/20 എന്നാണ്. ഇവിടെ LCM കണ്ടെത്തേണ്ടതാണ്. ഇവിടെ 1 എന്ന് പറയുമ്പോൾ 1/1 ആയിട്ടാണ്. 1ൻ്റെയും 20യുടെ LCM എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ ഈ 20നെ 1 ഗുണിക്കുക. അപ്പോൾ 20 + 1/20 എന്നാകും. ദ ഹോൾ റൈസ് ടു n എന്ന് വരും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ 1323/1200 21/20 എന്ന ദ ഹോൾ റൈസ് ടു n എന്ന് വരും. ഇനിയും ശ്രദ്ധിക്കുക, ഈ 2 സംഖ്യകൾ, അതായത് 1323 1200 ഇവരെ തമ്മിൽ ഏത് നമ്പർ ഉപയോഗിച്ച് ഹരിക്കാം, ചെറുതാക്കാം എന്ന്. പക്ഷെ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്, ഇവിടെ ഈ മറ്റൊരു കാര്യവും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. 21ൻ്റെയും 20ൻ്റെയും എത്രയോ ഇരട്ടി, അതായത് റൈസ് ടു n ടൈംസ് ആണ് ഇവിടെ ഉത്തരം വരിക എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്കിവരെ ചുരുക്കിയിട്ട് ഇവരുമായിട്ടുള്ള ബന്ധം ഉണ്ടോ എന്ന് നമുക്ക് കണ്ടെത്താം. ഇവരെ 2 പേരെ നമുക്ക് 3 വെച്ച് ഹരിക്കുകയാണെങ്കിൽ, അതായത് 1323നെ 3 വെച്ച് ഹരിച്ചാൽ എനിക്ക് 441 എന്ന് ലഭിക്കും. അതേപോലെ 1200നെ 3 വെച്ച് ഹരിക്കുകയാണെങ്കിൽ 400 എന്ന് കിട്ടും. അപ്പോൾ 21/20 ദ ഹോൾ റൈസ് ടു n എന്ന് ഇവ എഴുതാൻ പറ്റും. അപ്പോൾ 21 എന്ന് പറയുന്നത്, അതായത് 21ൻ്റെ സ്ക്വയർ ആണ് 441. 20ൻ്റെ സ്ക്വയർ ആണ് 400. അപ്പോൾ നമുക്ക് മുകളിൽ കിട്ടിയിട്ടുണ്ട് അല്ലേ, 441/400. അപ്പോൾ ഈ എന്നിൻ്റെ എന്നിൻ്റെ വാല്യൂ എത്രയായിരിക്കും? n = 21ൻ്റെ സ്ക്വയർ ആണ് 441 എന്ന് പറയുമ്പോൾ ഇവിടെ 2, അതായത് 20ൻ്റെ സ്ക്വയർ ആണെന്ന് പറയുമ്പോൾ എന്നിൻ്റെ വാല്യൂ 2 ആണ് വരുന്നത്. അതായത് എത്ര വർഷം കൊണ്ടാണ് നമുക്ക് കിട്ടുന്നത്? 2 വർഷം കൊണ്ട്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പം എല്ലാവർക്കും ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. അടുത്ത ചോദ്യം, √32/5 + 23 3/10 + (2) the whole rate = 2√2 the whole raised to 2. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ മാർക്ക് ക്വസ്റ്റ്യന് സ്ഥാനത്തുള്ള സംഖ്യ ഏത്, അതായത് ഇവിടെ തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ മാർക്കിൽ ആര് വരും എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഈ ഇക്വേഷനെ ഞാനിവിടെ ഒന്നുകൂടി എഴുതുകയാണ്. തന്നിരിക്കുന്ന ഇക്വേഷനെ √32/5 + 23 3/10 + question mark equal to 2√2 the whole raised to 2. അതായത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓൾറെഡി 2√2 the whole raised to 2 എന്നുണ്ടായിരുന്നു. പ്രിൻറ്റിങ് എന്തോ ഒരു മിസ്റ്റേക്ക് വന്നുകൊണ്ട് ഇവിടെ 2 ഇല്ലായിരുന്നു. ഞാനിവിടെ എഴുതി കൊടുത്തിരിക്കുന്നത്, ഇവിടെ എഴുതി ചേർത്തതാണ്. അതാണ് ഈ 2-ൽ ഒരു വ്യത്യാസം വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ.
ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ വാല്യൂ എന്താണെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ, അതായത് ഈ തന്നിരിക്കുന്ന ഇത്രയും ഭാഗം ഒരു റൂട്ടിനകത്താണ് തന്നിരിക്കുന്നത്. നമുക്ക് റൂട്ട് മാറ്റുകയാണെങ്കിൽ ഇച്ചിരി കൂടി നല്ല ക്ലിയർ ആയിട്ട് ചെയ്യാം. വീണ്ടും ഇതേ സംഖ്യ വെച്ച് നമ്മളിതിനെ ഗുണിക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് 2√2 വെച്ച് വീണ്ടും ഇതിനെ നമ്മൾ ഗുണിക്കണം. അപ്പോൾ എന്താവും, ഇതിനെ വീണ്ടും റൈസ് ടു എന്ന് എഴുതണം. അതായത് ഞാൻ സ്റ്റെപ്പിൽ കാണിച്ചു തരാം. ഞാൻ ഇതിൻ്റെ റൂട്ട് മാറ്റി എഴുതുകയാണ്. 32/5 പ്ലസ് 23/10 പ്ലസ് കണ്ടുപിടിക്കേണ്ട സംഖ്യ ഈക്വൽ ടു 2√2 ഹോൾ റൈസ് ടു 2 വീണ്ടും ദ ഹോൾ റൈസ് ടു 2. അതായത് തന്നിരിക്കുന്ന സംഖ്യയിൽ റൂട്ട് മാറ്റിക്കളയണമെങ്കിൽ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തുള്ള സംഖ്യ റൈസ് ടു 2 ചെയ്യേണ്ടതാണ്. ഓൾറെഡി ഇവിടെ 2√2 ആയിരുന്നുകൊണ്ട് അതിനെ വീണ്ടും ഞാൻ റൈസ് ടു 2 ചെയ്താണ് ആ ഉത്തരത്തിലോട്ട് എത്തുക. ഇനി വീണ്ടും ഇത് തന്നെ 32/5 പ്ലസ് 23/10 പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക് ഈക്വൽ ടു ഈ ഒരു പോർഷനെ ഞാൻ ഇങ്ങനെ എഴുതി കാണിക്കാവുന്നതാണ്. 2√2 എന്ന് പറയുമ്പോൾ 2 × √2 ആണ് വരുന്നത്. അത് എത്ര തവണയാണ് എൻ്റെ ഇരിക്കുന്നത്? ഈ 2 × √2 ദ ഹോൾ റൈസ് ടു 2 ഇൻറ്റു ഹോൾ റൈസ് ടു 2 എന്നാണ് പറഞ്ഞത്. അതായത് ഇതൊരു എക്സ്പോണൻഷ്യൽ ഫോം എന്ന് പറയുമ്പോൾ a⁻m ഇൻറ്റു a⁻n എന്ന് വരുവാണ്. a⁻n ദ ഹോൾ റൈസ് ടു n എന്ന് വരുവാണ്. a⁻m ദ ഹോൾ റൈസ് ടു n എന്ന് വരുമ്പോൾ a⁻m ഇൻറ്റു n എന്ന് വരും. അപ്പോൾ ഈ ഒരു ഭാഗം എങ്ങനെ എനിക്കിവിടെ എഴുതാൻ പറ്റുന്നതാണ്? 2√2 എന്ന് തന്നെ ഞാൻ എഴുതാൻ. 2√2 ദ ഹോൾ റൈസ് ടു 2 ദ ഹോൾ റൈസ് ടു 2 എന്ന് പറയുമ്പം 2√2 ദ ഹോൾ റൈസ് ടു 2 × 2. അതായത് എങ്ങനെയാണ്? 2√2 ദ ഹോൾ റൈസ് ടു 2 × 2 4. 4 തവണ ചെയ്യണം. അപ്പോൾ ഇതിനെ ഞാൻ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? 4 തവണ 2√2 ഇൻറ്റു 2√2 ഇൻറ്റു 2√2 ഇൻറ്റു 2√2 അല്ലേ? ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞായിരുന്നു 2√2 എന്ന് പറയുമ്പോൾ 2 × √2 എന്ന് ഓർത്താൽ മതി. അപ്പോൾ ഈ 2ഉം ഞാൻ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 4 കിട്ടും. ആ 4നെ ഈ 2 കൊണ്ട് ചെയ്യുമ്പോൾ 8 കിട്ടും. 8നെ ഞാൻ 2 കൊണ്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 16 കിട്ടും. 16 × √2 × √2 ചെയ്യുകയാണെങ്കിൽ, അതായത് √2 × √2 എന്ന് ചെയ്യുകയാണെങ്കിൽ 2 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എത്ര റൂട്ട് ഉണ്ട്? ഈ √2ഉം ഈ √2ഉം കൂടി ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ അതായത് ഗുണിക്കുമ്പോൾ നമുക്ക് എന്താണ്? √2 × √2 തമ്മിൽ, അല്ലെങ്കിൽ √2ഉം തമ്മിൽ ഗുണിക്കുമ്പോൾ നമുക്ക് 2 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഈ 2 √2കൾ തമ്മിൽ ഞാൻ ഗുണിക്കുമ്പോൾ 2 കിട്ടും. അവിടെ 2 എണ്ണം മാത്രമല്ല, വേറെ 2 ഇവിടെ 2 എണ്ണം ഉണ്ട്. അവരെയും തമ്മിൽ ഗുണിക്കുമ്പോൾ എനിക്ക് 2 കിട്ടും. അപ്പോൾ ഇവയെല്ലാം 16 × 2 ചെയ്യുമ്പോൾ 32, 32 × 2 ചെയ്യുമ്പം 64 വരും. അപ്പോൾ നമുക്ക് നേരെ ഇനി 64 കൊണ്ടുപോയി ഇക്വേഷനിലോട്ട് സ്ഥാപിക്കാം. അതായത് നേരത്തെ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ് കിടന്നത്? 30 2/5 പ്ലസ് 23 3/10 പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക് ഈക്വൽ ടു 64. അത്രയേ. ഇനി നോക്കൂ, ഇവിടെ 2 എണ്ണം ഫ്രാക്ഷൻസ്, അതായത് മിക്സഡ് ഫ്രാക്ഷനാണ്, മിശ്ര ഭിന്നമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ മിശ്ര ഭിന്നത്തിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് കണക്കുകൾ മുന്നോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിനെന്താ, ഒരു മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണമെങ്കിൽ, അതായത് ഒരു മിക്സഡ് ഫ്രാക്ഷനെ നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന ഡിനോമിനേറ്റർ ഛേദത്തിനെ ഈ ഒരു പൂർണ്ണസംഖ്യയുമായിട്ട് ഗുണിച്ചിട്ട് കിട്ടുന്ന ഉത്തരം ഈ അംശവുമായിട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതായത് 32/4 എന്ന് പറയുന്ന 2/5 എന്ന് പറയുന്ന സംഖ്യ,
അതിനെ ഞാൻ ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കി മാറ്റണമെങ്കിൽ ഈ ഛേദം 5 അതിന് ചെയ്യേണ്ടത് 5 ഇൻറ്റു പൂർണ്ണസംഖ്യ 30 ഒപ്പം പ്ലസ് 2 അംശം ആഡ് ചെയ്യണം ബൈ ഛേദം. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ 30 ഇൻറ്റു 5 150 കിട്ടുന്നതായിരിക്കും. 150ൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ 152 ബൈ 5 എന്ന് പറയും. ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ഛേദം ഡിനോമിനേറ്റർ വളരെ കൂടുതലായിരിക്കും ന്യൂമറേറ്ററിനെക്കാളും. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ മിശ്രഭിന്നമായിട്ട് എഴുതുന്നത്. ഇനി ഒരാളും കൂടി ഉണ്ടല്ലോ, 23 3/10. അതും ഇതേ രീതിയിൽ തന്നെ 23 ഇൻറ്റു 10 പ്ലസ് 3/10. അപ്പോൾ എത്ര കിട്ടും? 233/10 എന്ന് ലഭിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇക്വേഷനോട് തന്നെ അത് സെറ്റ് ചെയ്യാം. 152/5 പ്ലസ് 233/10 പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക് ഈസ് ഈക്വൽ ടു 64. അടുത്ത സ്റ്റെപ്പിൽ ബാക്കി ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇവിടെ 10ഉം ഇവിടെ 5ഉമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് LCM എടുക്കണം. ഈ 5ൻ്റെയും 10ൻ്റെയും LCM എന്ന് പറയുന്നത് 10 തന്നെയാണ് അല്ലേ? 5ൻ്റെയും 10ൻ്റെയും LCM എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന ഈ ഒരു സംഖ്യയെ 10 അതിൻ്റെ ഛേദം ഭാഗത്ത് അല്ലെങ്കിൽ ഡിനോമിനേറ്റർ 10 ആക്കി വരണം. അപ്പോൾ ഇവിടെ 10 ആകണം എന്നുണ്ടെങ്കിൽ 5നെ 2 വെച്ച് ഗുണിച്ചാൽ 10 കിട്ടും. അപ്പോൾ എന്ത് ചെയ്യണം? ഈ മേളിലുള്ള ഛേദത്തിനെ എത്ര വെച്ച് ഗുണിക്കുന്നു, നമ്മളിതിന് മുമ്പത്തെ കണക്ക് കണ്ടു. ഛേദത്തിനെ എത്ര വെച്ച് ഹരിക്കുന്നു അതേപോലെ തന്നെ അംശത്തിനെ ഹരിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെയാണ് ഇവിടെ ഛേദത്തിനെ എത്ര വെച്ച് ഗുണിച്ചു അതേപോലെ തന്നെ അംശത്തിനെ അതേ നമ്പർ ഉപയോഗിച്ച് ഗുണിക്കേണ്ടതാണ്. അപ്പോൾ 5നെ 2 വെച്ച് ഗുണിക്കുമ്പോൾ നമുക്ക് ഞാനിവിടെ എഴുതാം. 5 ഇൻറ്റു 2 ചെയ്യുമ്പോൾ 10 കിട്ടും. 152നെ ഞാൻ 2 വെച്ച് ചെയ്യുമ്പോൾ എനിക്ക് 304 എന്ന് ലഭിക്കും. പ്ലസ് 233/10 പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക് ഈസ് ഈക്വൽ ടു 64. ഇനി ഇവ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 304 പ്ലസ് 233/10 പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക് ഈക്വൽ ടു 64. 304നെയും 233നെയും കൂടിയും ആഡ് ചെയ്യുമ്പോൾ 537/10 പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക് ഈസ് ഈക്വൽ ടു 64. ഇനി ഞാൻ അടുത്ത സ്റ്റെപ്പിൽ ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഇവിടെ നിർത്തിയിട്ട് 64 മൈനസ് 537/10 ഇവിടെ നമുക്ക് LCM കണ്ടെത്തണം. അപ്പോൾ എന്ത് ചെയ്യണം? ഈ 64ൻ്റെ താഴെ 1 എന്നാണുള്ളത്. 64 ഇങ്ങനെ എഴുതാൻ പറ്റുമല്ലോ. ഈ 10നെ ഞാൻ ഈ 1 വെച്ച് ഗുണിക്കുകയാണെങ്കിൽ 64നെ ഞാൻ 10 വെച്ച് ഗുണിക്കണം. അപ്പോൾ 640 മൈനസ് 537 എന്ന് കിട്ടും. ബൈ 10 എന്ന് വരും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ 640ൽ നിന്നും ഞാൻ 537 കുറയ്ക്കുമ്പോൾ 103 എന്നാണ് കിട്ടുന്നത്. 103/10 എന്നാകും. ഈ 103നെ ഞാനൊരു മിക്സഡ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ മിശ്രഭിന്നമായിട്ട് എഴുതണം. ഒരു 103നെ എനിക്ക് എങ്ങനെയാണ് മിശ്രഭിന്നമായിട്ട് എഴുതാൻ പറ്റുന്നത്? 103/10. അപ്പോൾ 1 10-നകത്തില്ല, 10 ഒരു തവണയാണുള്ളത്. 10 എഴുതിയിരിക്കുന്നു. 0 3 ഞാൻ താഴോട്ട് ഇറക്കുന്നു. 3 10-നകത്ത് പോകത്തില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു 0 കൊടുത്തിരിക്കുന്നു. അപ്പോൾ എത്രയാണ്? നമുക്ക് ഈ കിട്ടിയ ഉത്തരം ഉണ്ടല്ലോ, ഈ ഭാഗമാണ് പൂർണ്ണസംഖ്യയായിട്ട് നമ്മൾ സൈഡിൽ കൊടുക്കുന്ന ഒരു മിശ്രഭിന്നത്തിനകത്ത്, മിക്സഡ് ഫ്രാക്ഷനകത്ത്. ശിഷ്ടം റിമൈൻഡർ എത്രയാണ് കിട്ടിയത്? 3. അതാണ് അംശമായിട്ട് നമ്മൾ നൽകുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്തത് അല്ലെങ്കിൽ ഹരിച്ചത്? 10 ഉപയോഗിച്ചില്ലേ? ആ 10 ആ 10 നമ്മൾ ഛേദമായിട്ട് ഡിനോമിനേറ്ററായിട്ട് കൊടുക്കുന്നത്. അതായത് മിക്സഡ് ഫ്രാക്ഷൻ എഴുതുമ്പോൾ 10 3/10 അല്ലെങ്കിൽ 10 3/10. അതായത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. അടുത്തത് 79ാമത്തെ ചോദ്യം.
31% of 210 plus 49% of 320 minus 41% of 120. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, എല്ലാം ശതമാനമാണ്. 31%, 210-ൻ്റെ 31%, 320-ൻ്റെ 49%, 120-ൻ്റെ 41% അവയിൽ നിന്ന് കുറയ്ക്കുകയാണെങ്കിൽ, അതായത് ആദ്യത്തെ രണ്ടിനും കൂടി കൂട്ടി മൂന്നാമത്തെ ഇത് കുറയ്ക്കുകയാണെങ്കിൽ എത്ര ലഭിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. എന്താണ് ആദ്യം വന്നിരിക്കുന്ന ഭാഗം? 31% of 210. 31% of 210. ഈ ഓഫ് എന്ന് വരുവാണെങ്കിൽ അവിടെ നമ്മൾ മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത്, അതായത് ഗുണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ആ സ്റ്റെപ്പിനെ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. 31% എന്ന് പറയുമ്പം 31/100, 31/100 എന്ന് എനിക്ക് എഴുതാൻ പറ്റും. 31/100 ഇൻറ്റു 210. അപ്പോൾ ഇവിടെ ഒരു 100-ൽ 2 പൂജ്യമുണ്ട്, ഇവിടെ 210-ൽ 1 പൂജ്യമുണ്ട്. ആ പൂജ്യത്തിന് ഇവിടുത്തെ ഒരു പൂജ്യത്തിന് എനിക്ക് വെട്ടിക്കളയാം. ഇനിയും 31-നെയും 21-നെയും കൂടി ഗുണിക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്നത് 651 എന്നാണ്. 651/10 അത്രയായി. അടുത്ത എത്രയായിരുന്നു? 49% ഓഫ് 320. 49% ഓഫ് 320. അപ്പോൾ എത്ര കിട്ടും? 49/100 ഇൻറ്റു 320. നേരത്തെ ചെയ്ത പോലെ തന്നെ 100-ലെ ഈ ഒരു പൂജ്യം, 320-ലെ പൂജ്യം ഞാൻ വെട്ടിക്കളഞ്ഞു. 49-നെയും 32-നെയും തമ്മിൽ ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1568/10. ഇനി അടുത്തത് എത്രയായിരുന്നു? 41% ഓഫ് 120. അപ്പോൾ എനിക്ക് സംഖ്യനെ 41/100 ഇൻറ്റു 120 ഈക്വൽ ടു ഈ ഒരു പൂജ്യം തമ്മിൽ വെട്ടിപ്പോവും. 41-നെ 12 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ എനിക്ക് 492/10 എന്ന് കിട്ടും. ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷൻ, ഇവരെ ഈ പെർസെൻറ്റേജ് മാറ്റി ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? 31% ഓഫ് 210. 31% ഓഫ് 210 എത്രയാണ് നമുക്ക് കിട്ടിയത്? 651 എന്നാണ് കിട്ടിയത്. 651/10 എന്നാണ് കിട്ടിയത്. പ്ലസ് അടുത്ത എത്രയാണ് നമ്മളോട് പറഞ്ഞിരുന്നെങ്കിൽ 49% ഓഫ് 320. അത് സോൾവ് ചെയ്തപ്പോൾ എത്രയാണ് കിട്ടിയത്? 1568/10 മൈനസ് 41% ഓഫ് 120. ഇത് സോൾവ് ചെയ്തപ്പോൾ 492/10 എന്നാണ് ലഭിച്ചത്. ഇനി ഇനിയും LCM കാണേണ്ട ആവശ്യമില്ല. കാരണം എന്നാ, ഇവിടെ എല്ലാം ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം എത്രയാണ് വന്നിരിക്കുന്നത്? ഡിനോമിനേറ്റർ എല്ലാം 10 തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഒരുമിച്ച് എഴുതാം. 651 പ്ലസ് 1568 മൈനസ് 492. നമുക്ക് ബോർഡ് മാസിൻ്റെ റൂൾ അനുസരിച്ച് ഏതാണ് ആദ്യം ചെയ്യാൻ? നമുക്ക് ആഡ് ചെയ്യണം, എന്നിട്ട് വേണം അതിൽ നിന്ന് മൈനസ് ചെയ്യാൻ. അപ്പോൾ 651 പ്ലസ് 1568 ഞാൻ ആഡ് ചെയ്യുമ്പോൾ എനിക്ക്, അതായത് 1568 പ്ലസ് 651 തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 9 1 ശിഷ്ടം 1 ഇവിടെ ഉണ്ട്. 6 5 11 കിട്ടുന്നത്. ശിഷ്ടം 1, ഈ 1 5 കൂടി 6, 6 6 12, 2 1 ശിഷ്ടം 2219. 2219. അതിൽ നിന്നും ആരെ കുറയ്ക്കണം? 492-നെ കുറയ്ക്കണം. താഴെ ഒരു 10 ഉണ്ട്. ഇവ തമ്മിൽ കുറയ്ക്കുമ്പോൾ എനിക്ക് 1727/10.
നമുക്കറിയാം കൊച്ചു ക്ലാസ് മുതൽ നമ്മൾ പഠിച്ചു വരുന്നതാണ്. ഛേദം 10 വന്നെങ്കിൽ ഇത് തമ്മിൽ ഹരിക്കുമ്പോൾ ഒരു സ്ഥാനം മാറ്റി, അതായത് ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, അങ്ങനെയാണല്ലോ. ഈ പോയിന്റിനെ ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതുക, ഇവിടെ കൊടുത്താൽ മതി. അതായത് ഏതൊരു നമ്പറിനെ നമ്മൾ 10 വെച്ച് ഹരിക്കുകയാണെങ്കിൽ അതിൽ പോയിന്റ് വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് നേരത്തെ ഇരിക്കുന്നതിൽ നിന്നും ഒരു പോയിന്റ് മാറ്റി മുന്നോട്ട് ഇടുക. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഉത്തരം 172.7 എന്നായിരിക്കും വരുന്നത്. അതായത് ഓപ്ഷൻ നമ്പർ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അതായത് 1727നെ 10 വെച്ച് ഞാൻ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 172.7 ആയിരിക്കും നമുക്ക് ഉത്തരമായിട്ട് ലഭിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരം വരുന്നത്. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അതായത് നമ്മുടെ ലാസ്റ്റ് ചോദ്യം. ഒരേ വലിപ്പമുള്ള 3 പാത്രങ്ങളിലായി പാലും വെള്ളവും ചേർന്ന മിശ്രിതം നിറയ്ക്കുന്നു. ഓരോന്നിലും പാലും വെള്ളവും തമ്മിലുള്ള റേഷ്യോ അംശബന്ധം 3:2, 2:1, 7:3. ഇവ മൂന്നും ഒരു വലിയ പാത്രത്തിൽ ഒഴിച്ചാൽ ആ മിശ്രിതത്തിൽ പാലിൻ്റെയും വെള്ളത്തിൻ്റെയും റേഷ്യോ എന്തായിരിക്കും? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് പാലിൻ്റെയും വെള്ളത്തിൻ്റെയും മിശ്രിതമാണ്. അതായത് പാലും വെള്ളവും, പാല് ഈസ്റ്റു വെള്ളം എന്ന് പറഞ്ഞ് എനിക്കതിനെ കൊടുക്കാം. എത്രയൊക്കെയാണ് തന്നിരിക്കുന്നത്? ആദ്യത്തെ ഒരു പാത്രത്തിനകത്ത് ഒരേ വലിപ്പമുള്ള 3 പാത്രമുണ്ടെന്ന്. ആദ്യത്തെ പാത്രത്തിനകത്ത് 3:2 എന്ന റേഷ്യോയിലാണ് നിൽക്കുന്നത്. രണ്ടാമത്തെ പാത്രത്തിനകത്ത് 2:1 എന്ന റേഷ്യോയിലും. മൂന്നാമത്തെ പാത്രത്തിനകത്ത് 7:3 എന്ന റേഷ്യോയിലുമാണ് നിൽക്കുന്നത്. ഞാൻ ഈ തന്നിരിക്കുന്ന സംഖ്യകളെ അല്ലെങ്കിൽ ഇതേ ഒരു ടേബിളായിട്ട് 3 തിരിക്കുകയാണ്, അല്ലെങ്കിൽ 3 ഭാഗമായിട്ടാണ്. അതായത് പാല് ഒന്നാമത്തെ കോളത്തിനകത്ത് പറയാം, രണ്ടാമത്തേനകത്ത് വെള്ളം, ടോട്ടൽ എത്ര ഭാഗങ്ങളുണ്ടെന്ന് വേണ്ടേ. അതായത് 3:2 എന്നല്ലേ പറഞ്ഞത്. അതായത് ഇവ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3ഉം 2ഉം കൂടി 5. അതായത് മൊത്തം 5 തിരിക്കുകയാണെങ്കിൽ അതിൽ 3 ഭാഗം, ആദ്യത്തെ പാത്രത്തിൽ മൊത്തം 5 തിരിക്കുമ്പോൾ 5ൽ 3 ഭാഗവും പാല്, ബാക്കി 2 ഭാഗവും വെള്ളം എന്ന് പറഞ്ഞു. അതേ രീതിയിൽ രണ്ടാമത്തെ പാത്രത്തിൽ 2:1 എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മൊത്തം എത്ര ഭാഗം? 2 + 1 3 ആണ് നമുക്ക് വരുന്നത്. അതായത് രണ്ടാമത്തെ പാത്രത്തിൽ 3 ഭാഗമായിട്ട് തിരിക്കുകയാണെങ്കിൽ അതിൽ 2 ഭാഗവും പാലും 1 ഭാഗം വെള്ളവുമാണ്. മൂന്നാമത്തെ പാത്രത്തിൽ 7:3, അതായത് 10 ഭാഗങ്ങളാണുള്ളത്. 10 ഭാഗമായിട്ട് തിരിക്കുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 10 ഭാഗത്തിൽ 7 ഭാഗം പാലും 3 ഭാഗം വെള്ളവുമാണ്. ഇനി നമുക്ക് പാലിൻ്റെ മാത്രം ഒന്ന് കൂട്ടി നോക്കാം. ഇവ 3ഉം കൂടി ഒരൊറ്റ പാത്രത്തിനകത്തോട്ടാക്കി അല്ലേ. ഈ 3 എണ്ണത്തിനെയും കൂടി ഒറ്റ പാത്രത്തിലാക്കിയപ്പം ഈ പണ്ടുണ്ടായിരുന്ന, അതായത് ആദ്യത്തെ പാത്രത്തിലുണ്ടായിരുന്ന 5ലെ 3ഉം രണ്ടാമത്തേലെ 3ലെ 2 ഭാഗവും മൂന്നാമത്തേലെ 10ലെ 7 ഭാഗവും ഒരുമിച്ചായി. അപ്പോൾ പാലിൻ്റെ എത്ര ഉണ്ടെന്ന് നോക്കാം. പാല് എന്ന് പറഞ്ഞെഴുതിയിട്ട് 3ലെ 5 ഭാഗം 3/5 പ്ലസ് 3ലെ 2 ഭാഗം 2/3 പ്ലസ് 10ലെ 7 ഭാഗം 7/10. അപ്പം ഇവിടെ 3 ഭിന്നസംഖ്യകളാണ്, ഫ്രാക്ഷൻസ് ആണ്. ഇതിലെ ഛേദം ഡിനോമിനേറ്റർ എത്രയാണ്? 5, 3, 10. ഇവയെല്ലാം 3 നമ്പേഴ്സാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ LCM കാണണം. എത്രയാണ് LCM? 5ൻ്റെയും 3ൻ്റെയും 10ൻ്റെയും 30 LCM ആയിട്ട് വരുന്നത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിനകത്ത് 3/5 അതിൽ 5ൻ്റെ സ്ഥാനത്ത് 30 വരണമെങ്കിൽ ഞാൻ ഛേദത്തിൻ്റെ അംശത്തിനെ 6 വെച്ച് ഗുണിക്കണം. അപ്പോൾ 3നെ 6 വെച്ച് ഗുണിച്ചാൽ എനിക്ക് എത്ര കിട്ടും? 18 എന്ന് കിട്ടും. 5നെ ഞാൻ 6 വെച്ച് ഗുണിക്കുകയാണെങ്കിൽ 30 എന്ന് കിട്ടും. പ്ലസ് 3നെ, അതായത് 2/3
3നെ എനിക്ക് 30 ആക്കണം എന്നുണ്ടെങ്കിൽ 10 വെച്ച് ഗുണിക്കണം. അപ്പോൾ അംശത്തിനെ ഞാൻ 10 വെച്ച് ഗുണിക്കണം. അപ്പോൾ 2നെ 10 വെച്ച് ഗുണിക്കുകയാണെങ്കിൽ 20 കിട്ടും, താഴെ 30. അതേപോലെ തന്നെ 10നെ എനിക്ക് 30 ആക്കണം എന്നുണ്ടെങ്കിൽ 10നെ ഞാൻ 3 വെച്ച് ഗുണിക്കണം. അപ്പോൾ 7നെയും അതേപോലെ തന്നെ 3 വെച്ച് 21/30. ഇവ 3ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 18 + 20 + 21 ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 59/30 എന്ന് കിട്ടും. അത് അവിടെ തന്നെ, ആ ഒരു സംഖ്യ ഞാൻ അവിടെ തന്നെ കൊടുക്കുകയാണ്. അടുത്തത് ഇനി നമുക്ക് വെള്ളം. വെള്ളം എത്രയൊക്കെയായിരുന്നു നമുക്ക് തന്നിരിക്കുന്നത്? 5ൽ നിന്നും 2 ഭാഗവും 3ൽ 1 ഭാഗം 10ൽ 3 ഭാഗം. അപ്പോൾ വീണ്ടും അതെഴുതുന്നു ഞാൻ. 2/5 + 1/3 + 3/10. ഇവിടെ സെയിം നമ്പർ തന്നെയാണല്ലോ, LCM ആയിരിക്കും, 30 തന്നെയായിരിക്കും. അപ്പോൾ 30 താഴെ ഛേദത്തിൻ്റെ ആ ഭാഗത്ത് 30 കിട്ടുന്ന രീതിയിലാക്കണം. അപ്പോൾ 5നെ 6 കൊണ്ട് ഗുണിച്ചാൽ 30 കിട്ടും. അപ്പോൾ 2നെ 6 കൊണ്ട് ഗുണിക്കണം, 12 എന്ന് കിട്ടും. 12/30 പ്ലസ് 3നെ 10 കൊണ്ട് ഗുണിച്ചാലേ ഉള്ളൂ 30 കിട്ടത്തുള്ളൂ. അപ്പോൾ 1നെ 10 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 10/30 പ്ലസ് 10നെ 3 കൊണ്ട് ഗുണിച്ചാൽ മാത്രമേ ഉള്ളൂ 30 ആവുള്ളൂ. അപ്പോൾ 3നെ 3 കൊണ്ട് ഗുണിക്കണം, 9/10. ഇവ 3 ആഡ് ചെയ്യുമ്പോൾ, അതായത് 12 + 10 + 9 ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 31/30 എന്ന് കിട്ടും. ഇപ്പോൾ നമുക്ക് പാലും വെള്ളവും തമ്മിലുള്ള റേഷ്യോ നമുക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആ മിശ്രിതത്തിൽ ഒരു വലിയ പാത്രത്തിൽ ഒഴിച്ചാൽ ആ മിശ്രിതത്തിൽ പാലിൻ്റെയും വെള്ളത്തിൻ്റെയും റേഷ്യോ ആണ് ചോദിച്ചിരുന്നത്. അപ്പോൾ പാല് പുതിയ റേഷ്യോ എത്രയാണ് കണ്ടുപിടിക്കുക? പാല് ഈസ്റ്റു വെള്ളം എന്ന് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. പാലിൻ്റെ എത്രയാണ് നമുക്ക് ലഭിച്ചത്? 50/30 എന്നാണ്, 59/30 എന്നാണ് നമുക്ക് ലഭിച്ചത്. അപ്പോൾ 59/30 ഈസ്റ്റു വെള്ളം എത്രയാണ് നമുക്ക് കിട്ടിയത്? 31/30 എന്നാണ്. ഇവിടുത്തെ 2 30 നമുക്ക് ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ? ഇവിടുത്തെ 30ഉം ഇവിടുത്തെ 30ഉം ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? 59/31. അതാണ് നമ്മുടെ ഉത്തരം. അതായത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് മാത്സ് ആൻഡ് മെൻ്റൽ വിത്തിലെ 10 ചോദ്യങ്ങളും കവർ ചെയ്തേക്കുകയാണ്. കൂട്ടുകാരെല്ലാവരും നമ്മുടെ എയിം ഫോർ PSCയിലെ ടെലിഗ്രാം ചാനലിൽ നിന്നും ഈ ക്വസ്റ്റ്യൻ പേപ്പറും OMRൻ്റെ PDF-ഉം ഡൗൺലോഡ് ചെയ്ത് ഈ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് നോക്കേണ്ടതാണ്. ചെയ്ത് നോക്കിക്കഴിയുമ്പം നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ നമുക്ക് GK ആൻഡ് കറണ്ട് അഫയേഴ്സ് പാർട്ടിലെ സംശയങ്ങളൊക്കെ തീർക്കാൻ നമ്മൾ അതിൻ്റെ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്ലാസ് എയിം ഫോർ PSC ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മളുടെ ഇംഗ്ലീഷും മലയാളവും ക്വസ്റ്റ്യൻസുകളൊക്കെ ഡിസ്കസ് ചെയ്ത് നമ്മുടെ സ്വന്തം എയിം ഫോർ PSC MEM ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകുന്നതാണ്. അത് ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ താങ്ക് യു.